ഇന്ന് ഞാനും ഷെസിയും സ്കായും കൂടെ പ്ലേലാൻഡിൽ വന്നതാണ്. ഞങ്ങൾ നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പ്ലേലാൻഡിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ റൈഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. അതൊക്കെയാണ് ഇവിടെ പ്ലേലാൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഞങ്ങൾക്ക് സ്പ്രിംഗ് ബ്രേക്ക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ നടക്കാൻ വന്നേ ഉള്ളൂ. ഹായ് ഷേസ. ഹായ്. സ്പ്രിങ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡോഗ്സുകൾക്ക് ബീച്ച് ഓപ്പൺ ആണ് ഈ സമയത്ത്. ഇനി സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡോഗ്സുകൾക്കുണ്ടല്ലോ ബീച്ചിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ക്ലീൻ ചെയ്ത് നോക്കുന്ന സമയത്ത് പിന്നെ ഡോഗ്സ് അലൗഡ് അല്ല ബീച്ചിൽ. ഈ സമയത്ത് ഡോഗ്സിന് വന്നിട്ട് കളിക്കാനും എല്ലാതും ഇവിടെ ചെയ്യും. ഇവിടെ ഈ പ്ലേലാൻഡിൽ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 10th ബർത്ത്ഡേ, ഷോസയുടെ 10th ബർത്ത്ഡേ ആഘോഷിച്ചത്. പിന്നെ ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ബീച്ചും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, ചെറിയ കുട്ടികൾക്കുള്ള മ്യൂസിയം. പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ ഇവിടെ സമ്മറിലും ഈ സമയം മുതൽ ഇനി ഓൾ സമ്മർ ഇവിടെ ഒരുപാട് ആൾക്കാർ നടക്കാനും ഒക്കെ വരും. നമ്മൾ നായ്ക്കുട്ടിനെ അവർ തൊടുന്നതിൻ്റെ മുമ്പ് അവർ നമ്മളോട് പെർമിഷൻ ചോദിക്കും, സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. Thank you. Have a nice day. Be careful, that's delicious. Come, let's go. ഈ ബീച്ച് നമ്മൾ നാട്ടിലെ പോലെ അത്ര എന്താ പറയുക, ഹൈ വേവ്സ് ഒന്നുമില്ല. ഇവിടെ ഇറങ്ങാനും അവിടെ നീന്താനൊക്കെ പറ്റും. ഈ സമയത്ത് ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് കാരണം ഈ സമയത്ത് ആരും നീന്താനൊന്നും ഇറങ്ങില്ല, ബീച്ചിൽ ഇറങ്ങാറില്ല, പ്ലേ ചെയ്യാനൊന്നും ഇറങ്ങില്ല. ഈ സമയത്ത് അധികം ആൾക്കാർ ഇവിടെ ഈ വെതർ എൻജോയ് ചെയ്യാനും നടക്കാനൊക്കെയാണ് കാര്യമായിട്ട് ഈ സ്പ്രിങ്ങിൽ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് സമ്മർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീച്ചിൽ ഒരു കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരായിരിക്കും. ഇവിടെ 2 ബീച്ചിൻ്റെ 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേലാൻഡിൻ്റെ ഏരിയയും പിന്നെ അവിടെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവർക്ക് വന്ന് എന്താ പറയുക ഇവിടെ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതാണ് അങ്ങനെ 2ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ അധികം ആൾക്കാർ ഫിഷിങ്ങിന് വന്നിട്ടുണ്ടാകും. അവിടെ വന്നിട്ട് ഫിഷിങ്ങിന് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കണ കാണാം. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടുന്ന് ആ കാണുന്ന ഒരു ഐലൻഡ് പോലുള്ള സ്ഥലം കണ്ട, അതിൽ കൂടി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല നടക്കാനുള്ള ഏരിയ ഉണ്ട്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞങ്ങളവിടെ നടക്കാൻ പോകാറുണ്ട്. അവിടെ വീടുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു നേച്ചർ സെൻ്ററായിട്ട് ബേർഡ്സിനും ആനിമൽസിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് പ്ലേലാൻഡിൻ്റെ റൈഡ്സിൻ്റെ ഒരു ഏരിയ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ജൂലൈ 4th ഇവിടെ ഫയർ വർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഫയർ വർക്ക്സ് കാണാറുണ്ട്. ഇവിടെ ബോട്ട് റൈഡ്സ് ഉണ്ടാവാറുണ്ട്. നമുക്കല്ല, അവിടെ ലോങ് ഐലൻഡിൽ നിന്നൊക്കെ വരുന്ന ബോട്ട്സുകൾ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലോ, ടിക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അവിടേക്ക് വേണ്ടിയിട്ട് ഇവിടെ മ്യൂസിക്കും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇവിടെ ബോട്ട് വന്നിട്ട് ഇവിടെ നിർത്തും.
അപ്പോൾ ആ ബോട്ടിനുള്ള ഒരു ബ്രിഡ്ജും അതൊക്കെ അവിടെ അവരത് സെറ്റാക്കും ഈ ഒരു ഏരിയയിലായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ബോട്ട്സുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയാണ് സമ്മറിലുള്ള വിശേഷങ്ങൾ. ഈ സമയത്ത് ഇതാ ഡോഗ്സിൻ്റെ പാരൻസുകൾ ഉണ്ടാവില്ലേ, അതായത് ഡോഗ്സ് ഉള്ള ആൾക്കാർ, അവർ ഈ സമയത്ത് ഈ ബീച്ച് അവരതിന് വേണ്ടിയിട്ട് ഡോഗ്സ് വന്നിട്ട് കളിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനും എക്സസൈസിനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് അധികം യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ കുറച്ച് പേര് 2-3 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. So Sky getting in the water. He normally gets scared when he saw all these dogs, and he is like a kind of cautious and scared. Now he is 2-year-old. Maybe that's why he's friendly now. നമ്മളെ നാട് പോലെയല്ല, ഇവിടെ കുറച്ചെങ്കിലും ആൾക്കാർ പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ അതേപോലെ ബീച്ചിലോ പാർക്കിലൊക്കെ വരണം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രീറ്റും എല്ലാ ഇടങ്ങളും ഭയങ്കര ആളൊഴിഞ്ഞ ഒരു പ്രദേശം പോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ നാട്ടിലൊക്കെ പോയി വരുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വേറൊരു ഫീലിംഗാണ് ഇവിടെ വരുമ്പോൾ. കാരണം ആൾക്കാരധികം കാണുന്നില്ല. അവരവരെ വീട്ടിൽ നിന്ന് ഇറങ്ങും, കാറിൽ കയറും, മോളിൽ, പിന്നെ ഈ ബീച്ച്, പാർക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ അവരെ കാണാൻ പറ്റുള്ളൂ. Oh no! Sky! He wanna say hi to a friend. ഇവനിനി വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോൾ പോലെ ഉണ്ടാവുള്ളൂ. Oh, here we come. That's why you come to the beach. You wanna get wet. You wanna swim. ഞാനാണെന്നുണ്ടെങ്കിൽ ടവൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ പിന്നെ how we gonna take him to the car? Oh my goodness. നെക്സ്റ്റ് വീക്ക് ഇവന് ഞങ്ങൾ ഇനി കൊണ്ടുപോയിട്ട് അവൻ്റെ ഹെയറൊക്കെ റിമൂവ് ചെയ്യും. സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടല്ലേ, അപ്പോൾ ഇപ്പം തന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരിക്കും. Hi, hi. How are you? I don't have water. Oh. Hey. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഡോഗ്സിനെ കാണാം. ഇത് റൈറ്റ് ടൗണിൻ്റെ പാർക്കാണ്. പിന്നെ ഇവർക്കും ഈ ഏരിയയിലും എന്തുണ്ട്, ഇവർക്ക് ബീച്ച്, റൈറ്റ് ടൗണിൽ താമസിക്കുന്നവർക്കുള്ള സോറി ബീച്ച് ഏരിയ ഇവിടെ ഓപ്പൺ ആയിരിക്കും. പ്ലേലാൻഡും റൈ ടൗൺ ബീച്ചും അടുത്തടുത്താണ്, കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് അവർ. പക്ഷെ അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫെൻസൊക്കെ വെച്ചിട്ട്. ഇവിടെ ഈ പാർക്കിൽ ഇവിടെ വന്ന് എല്ലാവർക്കും വന്ന് കളിക്കാനും വേറെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുക. സമ്മറിൽ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇരിക്കാറുണ്ട്, ടെൻ്റൊക്കെ കെട്ടിയിരിക്കും കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ വന്ന് പാർക്ക് എൻജോയ് ചെയ്യാനും കളിക്കാനുള്ള ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഡോഗ്സ് ഉള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടാവും, ഡോഗ്സിൻ്റെ പൂപ്സ്
കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൃത്തികേടായിരിക്കില്ലല്ലോ, പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഗാർബേജൊക്കെ വെച്ചിട്ടുണ്ടാകും നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇവിടെ എത്ര നീറ്റാണ്. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് റായ് ടൗണിലുള്ള കാര്യങ്ങൾ. ഇവിടെ ബീച്ചുണ്ട്, പാർക്കുണ്ട്, പിന്നെ റൈഡ്സുള്ള പ്ലേ ലാൻഡിൻ്റെ ഒരു വലിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കുള്ള മ്യൂസിയം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ടൗണിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് ഫ്രീ ആണ്. ഈ ബീച്ചിൽ ഇനി സമ്മറായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ അവർ ചാർജ് ചെയ്യും, $4 അങ്ങനെ എന്തേ ഉള്ളൂ. ബീച്ചിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിവിടെ വന്ന് ബീച്ച് എൻജോയ് ചെയ്യാം. പക്ഷേ ബീച്ചിൽ ഇറങ്ങാനും അതിന് $4 എൻട്രൻസ് ഫീ ഉണ്ടാവും സമ്മറിൽ. ഈ സമയത്തൊന്നുമില്ല, ഈ സമയത്ത് അത് എല്ലാവർക്കും ഓപ്പണാണ്. വെയിറ്റ്, ഇവിടെയാണ് റായ് ടൗണിൻ്റെ ബീച്ചിലേക്കുള്ള എൻട്രൻസ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ബീച്ചിൽ എൻജോയ് ചെയ്യണത്. വെള്ളത്തിലേക്കൊന്നും ആരും ഇറങ്ങണില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, വിൻ്റർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. വൈറ്റമിൻ ഡി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ, അത് ഈ സമയത്ത് ഇവർ ഈ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഇവരിതൊക്കെ അവരുടെ വൈറ്റമിൻ ഡി കളക്ട് ചെയ്യുന്നത്. ഇവിടെ ഡഗ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൂളുണ്ട്, നല്ല ഭംഗിയാണ്. ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സും നന്നായിട്ടുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ വന്നിരിക്കാൻ നല്ല ഒരു ഫീലിംഗ് ആണ്, കാരണം നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് റിലാക്സ് ആയിട്ട് വന്നിരിക്കാനും നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. Sky loves Shaza. We're never going to get a picture.